ഹലോ എവ്രി വൺ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മഷ്റൂം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയാലോ? കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബായോ. അതിന് വേണ്ടത് സവാള, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ, ഇത്രയും ഐറ്റംസ് നമ്മൾ കൊത്തി അരിഞ്ഞ് നമ്മൾ മാറ്റി വെക്കുക. എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട മഷ്റൂമാണ്. മഷ്റൂം നിങ്ങൾക്ക് അല്ലാതെ തന്നെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പം ആ മഷ്റൂം എടുത്തിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസാക്കി സെറ്റാക്കി മുറിച്ച് വെക്കുക. ഓക്കെ. അതിനുശേഷം നമ്മൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇടുക. ബട്ടർ ഇട്ടാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വേറെ ഒരു എണ്ണയോ വെളിച്ചെണ്ണയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ടർ ഇടുക. അതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കാൻ ആക്ച്വലി ഞാൻ മറന്നുപോയി. അതുകൊണ്ട് നിങ്ങൾ കടുക് പൊട്ടിക്കുക. ബട്ടർ കരിഞ്ഞു പോകാതെ നോക്കുക. അതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കൊത്തി അരിഞ്ഞത് നമ്മളിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള കൊത്തി അരിഞ്ഞത് നമ്മൾ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ക്യാരറ്റും ബീൻസും ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഓക്കെ. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ വഴറ്റുന്നത്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ഉപ്പിടുക. ഉപ്പ് നമ്മൾ ആദ്യമേ തന്നെ ഇടുകയാണെങ്കിൽ സവാളയും ഒക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടാനും നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും, കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ. അതിനുശേഷം നമ്മൾ പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സായി, ഉപ്പ് എല്ലാം കൂടി മിക്സായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മഷ്റൂം എടുത്ത് അതിൻ്റെ അകത്ത് ചേർക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ മഷ്റൂം ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അതൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ മഷ്റൂമിൻ്റെ വെള്ളം ഇറങ്ങും. അപ്പോൾ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് വെള്ളം ഇറങ്ങിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്കായി ഒന്ന് വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയനോട് ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ചേക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ഒന്ന് ഇളക്കി ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന മസാല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അത് മാത്രം യൂസ് ചെയ്താൽ മതി. വേറൊരു മസാല ഇടാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഒരു ഗരം മസാലയോ വല്ല ആഡ് ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ. അത് നമ്മുടെ ഇഷ്ടം. അതിന് ശേഷം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്ന റൈസ് എടുത്ത് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കൊത്തിയരിഞ്ഞ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പുതിന നിങ്ങൾക്ക് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ കരിയാപ്പില ഇടണം. ആക്ച്വലി ഞാൻ കരിയാപ്പില ഇടാൻ മറന്നുപോയി. അത് ഇട്ടതിന് ശേഷം അടിപൊളിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എന്തായാലും തീർച്ചയായിട്ടും അമ്മമാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.